ടാറ്റ റൂമേ 1000 ടാറ്റ. ഗൈസ്, ഞാനും വർഷയും കൂടെ ഇറങ്ങാൻ പോവുകയാണ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് ഒരു 10-15 ദിവസം കഴിഞ്ഞേ കാണുള്ളൂ. അച്ഛാ അമ്മ ഷൂട്ടിനും പോയി ഹണിമൂണും കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ. ഞങ്ങൾ വിയറ്റ്നാമിലാണ് പോണത്. വിയറ്റ്നാമിലെ ദനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ അതെ, വാച്ച് വണ്ടിക്കകത്തുണ്ടമ്മ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. ഓക്കെ, ഇന്നലെ രാത്രി ഫുള്ളും പാക്കിംഗ് ആയിരുന്നു. ഇനി വണ്ടി കിടന്നിട്ട് വേണം ഉറങ്ങാൻ. സന്ദീപ് വണ്ടിയായിട്ട് മേലെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഞാനും വർഷം എന്താ ഇറങ്ങുന്നു. ഏഞ്ചൽ ഈസ് റെഡി വിത്ത് സന്ദീപ് അളിയൻ. ഗൈസ്, അച്ഛാ പോയിട്ട് വരട്ടാ. ടാറ്റ അമ്മ, ടാറ്റ. പോവാം, കയറി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോവും അങ്ങോട്ട്. ഉറക്കം വരുമ്പോ നൈസായിട്ട് കിടന്നുറങ്ങാൻ ബാക്ക് സെറ്റപ്പാണ്. സന്ദീപ് വാടാറിനോളത്തോട്ട് ക്ഷീണമൊക്കെ മാറിയോ? ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ മൂടാം. ഷീറ്റ് വേണ്ടമ്മ, കുഴപ്പമില്ല. രാവിലെ അല്ലേ, ചൂട് കാണുമമ്മ. ഓക്കെ, ടാറ്റാ. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു കൈ. അതെന്തരത്? ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി നേരെ പോട്ടെ ചീനവല. ഇന്ന് രാത്രിയത്തെ ഐറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഐറ്ററിയിൽ മെയിൻ ആയിട്ട് വരുന്നത് രാത്രി നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട് ഗൈസ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഭയങ്കര ഒരു പെക്യൂലിയർ പോഡ്കാസ്റ്റ് കൂടെയാണ്. കാരണം ഗസ്റ്റ് ഇന്ത്യക്കാരിയല്ല, മലയാളിയല്ല, ഒരു ഫോറിനർ ആണ്. എന്നാൽ മലയാളം പറയുന്ന ഫോറിനർ. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇൻവെർട്ട് കോക്കനട്ട് ആയിരിക്കും പറഞ്ഞത്. പക്ഷെ അല്ല, ഇത് ഒരു ജർമ്മൻ കാരിയാണ്. എന്നാൽ മലയാളം സംസാരിക്കും. ക്ലാര എന്നാണ് പേര്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ബട്ട് പേജ് കണ്ടപ്പോഴും അല്ലെങ്കിൽ കോണ്ടന്റ് കണ്ടപ്പോഴും ഒക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ശരി, എന്നാ പിന്നെ ഒരു വ്യത്യസ്തമായ പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അതുകൊണ്ട് ഇന്ന് എന്റെ ജർമ്മൻ പോളിഷ് ചെയ്തെടുക്കണം ഗൈസ്. ഗുട്ടൻ ഡൺ. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ആദ്യം ചീനവലയിലോട്ട് പോവാം. എന്നിട്ട് ബാക്കി പരിപാടികൾ. ലെറ്റ്സ് ഗോ. ഉച്ചക്ക് 1 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ വൈറ്റിലെ ഹബ്ബി എത്തി. അളിയ സന്ദീപേ, പോയിട്ട് വാടാ. താങ്ക് യു. നിന്നെ കൂടി എന്തരടാ? ഹലോ, ഞാൻ ഷൂട്ടിന് വന്നായിരുന്നടാ. മഴവില്ല. ശരി, എടുക്കാലോടാ. അപ്പൊ സന്ദീപേ ടാറ്റ, പൊളിച്ചിട്ട് വരാം. ഞങ്ങളും പതുക്കെ ചീനവലോട്ട് ഇറങ്ങട്ടെ. സന്ദീപ് നമ്മളെ വൈറ്റിലേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ചീനിവല വന്ന് ഗൈസ്. ഇവിടെ ഇപ്പം ബഹളവും മറ്റതും ഓണ സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞ് വീണ്ടും എൻ്റെ ചീനിവല പീസ്ഫുൾ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇറങ്ങി ക്ലാരയായിട്ടുള്ള പോഡ്കാസ്റ്റ് എടുക്കാനായിട്ട് കമ്പനിപ്പടിയിലോട്ട് പോകണം. പക്ഷേ അതിന് മുന്നേ ഗൈസ്, ഈ സാധനം ബിബിൻ ജോർജ് തന്നിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടല്ലാതെ, പക്ഷേ ഇതിൽ ഇപ്പം ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ ഈ ഐഫോണിൻ്റെ വൈഡ് ആംഗിളിൽ ഇതിൻ്റെ സെൽഫി സ്റ്റിക്ക് വോബിൾ ചെയ്യാത്ത രീതിയിലുള്ള ഡിസ്റ്റൻസ് പിടിച്ചിട്ടൊന്ന് വ്ളോഗ് ചെയ്ത് നോക്കി എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് നോക്കട്ടെ ഗൈസ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇത് ഞാൻ പിടിച്ചോണ്ടുള്ള ഫുട്ടേജാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. പണ്ട് മുതൽ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, പണ്ട് ഞാനൊരു ആമസോൺ ബേസിക്കിൻ്റെ ട്രൈപോഡ് വെച്ചിട്ട് ഐഫോൺ 6 വൈഡ് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം നീട്ടിപ്പിടിച്ചാണ് ഞാൻ വ്ളോഗ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ദൂരം കൂടുതലല്ലേ ഗൈസ്. അപ്പം മൈക്ക് നമ്മളെ വോളിയം കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല മൈക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് എത്ര ദൂരെ പിടിച്ചാലും ടെൻഷൻ ഇല്ല. പക്ഷേ 6 അതില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങണം. പണ്ടെൻ്റെ സൗണ്ട് ഇത്ര വലുതല്ലായിരുന്നു. ഇത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്ത് വലുതാക്കിയതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ്ട് ഇപ്പം ഞാൻ ഇതും വെച്ച് അത്യാവശ്യം ഒന്ന് ഓടി നോക്കാം. അയ്യോ, എൻ്റെ മാലയിൽ കയറി തട്ടത്. കുറച്ചുകൂടെ ഒന്ന് നീട്ടി നോക്കട്ടെ. ഇതിൻ്റെ മാക്സിമം ഒന്ന് നീട്ടി നോക്കട്ടെ. അയ്യോ ഗൈസ്, ഇതാണിതിപ്പോൾ ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ്. ഇതിൽ ചെറിയ വോബിളിങ് കാണാൻ സാധ്യത ഉണ്ട് കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കൊന്ന് ഓടി നോക്കാം. ഹൊയ്യര ഹൊയ്യര ഹൊയ്യാ ഹൊയ് 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 ഹൊയ്. ഞാൻ ഉണ്ടാകും ഫ്രെയിമിൽ, ഞാൻ കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഗൈസ്. പക്ഷേ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിത് തറയിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഈസി ആയിട്ട് തറയിൽ പ്ലേസ് ചെയ്തിട്ട് എനിക്ക് നിൽക്കാം, കണ്ട. പക്ഷേ ഇത് കുറച്ചൊരു ഫ്ലിംസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതേപോലത്തെ ടൈപ്പ് സാധനം നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ വല്ലതും അറിയാൻ പറയണേ ഗൈസ്. ഞാൻ കുറച്ചുകൂടെ ഇനിയിപ്പോൾ കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു സാധനത്തിൻ്റെ, അതായത് എക്സാക്ട്ലി കാണിച്ചു തരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനത്തിൻ്റെ കുറച്ച് ക്വാളിറ്റി ഉള്ള ബെസ്റ്റ് സാധനം, ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് എൻ്റെ അടുത്ത് പറയാം. ഞാൻ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്, ഉലാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. എൻ്റെ മറ്റേ ട്രൈപോഡ്, മറ്റേ ഹെവി ഡ്യൂട്ടി ട്രൈപോഡ് ഉലാൻസിയുടെ ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. നമ്മൾ ഇപ്പോൾ
ഇപ്പൊ ട്രിപ്പ് പോകും മിക്കവാറും ഇപ്പം ഇത് തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റേബിൾ ഷോട്ട്സും എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്സും എല്ലാം എടുക്കാൻ പോകണം. കാരണം ഒരു ട്രൈപോഡ് കൊണ്ട് നടക്കുന്നതിൻ്റെ പാതിയിലൊന്നും എഫർട്ട് പോലും ഇല്ല ഇത് കൊണ്ട് നടക്കാൻ. ഇതെനിക്ക് കണ്ട ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോ വേരിയൻറ്റ് കിട്ടിയാൽ നമ്മൾ പൊളിക്കും. ഞാനേ ബെന്നിച്ചേട്ടാ പുതിയൊരു മോണോപോഡ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കൊള്ളാവോ? ഇത് ആക്ച്വലി ബിബിൻ ജോർജ് തന്നായിരുന്നു. ഇത് കുഞ്ഞു സാധനം ബെന്നിച്ചേട്ടാ. അപ്പോൾ ഇത് എവിടെ വേണോ നമുക്ക് ചൂട് കൊണ്ട് നടക്കാം. ഉണ്ട് അവള് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോൾഡ് ചെയ്ത് ഒരു ചെറിയ കമ്പ് പോലെ. ഓക്കെ, അടിപൊളി. വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം. ബെന്നിച്ചേട്ടാ വേണ്ട. അപ്പൊ സെറ്റ്. ഇവിടെ ഭയങ്കര ടേക്കിംഗ് കെയർ ആണ് കേസ്. അവിടെ വെച്ചിരുന്ന ബെന്നിച്ചേട്ടാ മതി. ബെന്നിച്ചേട്ടാ കല്യാണവും കാര്യങ്ങളൊക്കെ എല്ലാം മംഗളമായിട്ട് നടന്നില്ലേ? സെറ്റല്ലേ? മനസ്സിലാവും ബെന്നിച്ചേട്ടാ. കാരണം ഒരെണ്ണം ഇപ്പൊ അവിടെ നടത്തി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ടെൻഷനൊക്കെ നിങ്ങൾ എല്ലാവരും വന്ന് ഏറ്റവും ആദ്യം മറിമാൻ ടീം ഫുള്ളായിട്ട് ഭാര്യയും മക്കളും സഹിതം അവരെയൊക്കെ 2 ദിവസം ഞാൻ വിളിക്കണേ വേണ്ടെന്ന് ഇങ്ങനെ. അപ്പൊ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാരും വന്ന്. ചൂട് അർജുനൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അർജുനൻ ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇവിടെ ദിവസം വന്ന് താമസിച്ച് കൂടി. എന്തായാലും എല്ലാം മംഗളമായിട്ട് നടന്നില്ലേ? എവിടെ പോയി മരനും വധുവും? ഇന്ന് മൂന്നാറിലേക്ക് പോയതാ. ഞങ്ങളും പോകുന്നുണ്ട് 16-ാം തീയതി വിയറ്റ്നാമില്. അടിപൊളി സ്ഥലമാണ്. പോയി പൊളിച്ചടുക്കിയിട്ട് വരാം. അല്ല ഞങ്ങൾക്ക് വിയറ്റ്നാം കാണാനല്ലേ, നിങ്ങളൊക്കെ പോയാലേ കാണാൻ പറ്റും. കാണിച്ചു തരാം. അതിനുള്ള സെറ്റപ്പാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇങ്ങനെ ഇരിക്കും ബേസിക്കലി നമ്മുടെ സ്റ്റേബിൾ ഷോട്ട്സ് കൂടെയൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും. ഞാൻ ഒരു ചായയും കുടിച്ചിട്ട് അവളും കൂടെ ഫ്രഷ് ആയി ഇറങ്ങിയിട്ട് നമുക്ക് കമ്പനി പടിയിലോട്ട് പോവാം. ചിയേഴ്സ്. ഗൈസ് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയേ, പക്ഷെ ഒന്ന് റിവേഴ്സിൽ ഇട്ടേടാ ഗിയർ. ഗൈസ് ഇത് നോക്കണേ, ഇവിടെ ഈ ഒരു കേട്ടോണ്ടിരിക്കണേ അപ്രോച്ചിങ് ഒബ്ജക്റ്റ് എന്നും പറഞ്ഞിട്ട്. എന്നാ ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല. അതെന്ത് പറ്റി? പ്രേതോ ഒന്ന് പോവണ്ട. എന്തോ സെൻസറിന് എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു ഗൈസ്. വാതിൽ രണ്ടും അടച്ചേടാ. കണ്ട ഗൈസ്, കണ്ടാ? മ്യൂട്ടറിലിട്ട ഒന്നുമില്ല. റിവേഴ്സ് ഇടുമ്പം അപ്രോച്ചിങ് ഒബ്ജക്റ്റ് എന്ന്. അതെന്ത് പറ്റിയ? ഇതാണ് ഇവിടത്തെ സെൻസർ. ഇതാണ് ഇവിടത്തെ സെൻസർ. ഇതിനെന്തെങ്കിലും പറ്റിയ കരിക്ക് കിടക്കണോണ്ടാണ്. ഇനി കേക്കന്നല്ലേ? ഞാൻ ഇപ്പൊ പോയേ ഉള്ളു. അപ്പൊ പറഞ്ഞ് അപ്രോച്ചിങ് ഒബ്ജക്റ്റ് എന്ന്. ഞാൻ നോക്കിയപ്പോ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല ഗൈസ്. എന്തോ പറ്റി. അതൊരു ഇറിറ്റേറ്റിംഗ് സൗണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇനി നമുക്ക് നേരെ പോഡ്കാസ്റ്റ് എടുക്കാൻ. ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ചെറിയ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തുകയാണ് ഗൈസ്. ഇതാകുമ്പോൾ എനിക്ക് ഗസ്റ്റിനെ ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ട് സംസാരിക്കാം. ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ സാധനം എത്തുന്നത്. ഇതിലെങ്ങനെ ഇരിക്കും? ഓക്കെ ആയിരിക്കൂലേ? സെറ്റ് ആയിരിക്കൂലേ? അതെ, ഒരു 4 ഗസ്റ്റ് ഒക്കെ വന്നാലും ഗൈസ് നമുക്ക് 4 പേർ കൂടെ ഇരുന്ന് മുഖത്തോട് മുഖം. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോ റോഗനാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പം ജോ റോഗന് മേശയുണ്ട്, അപ്പോൾ എനിക്ക് മേശ വേണം. ഇതുപോലെ കറങ്ങുന്ന കൈയുണ്ട്. ഞാനും 2 കൈ വാങ്ങി. ഈ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ ഗൈസ് കാണാൻ. ഇതിനൊക്കെ നല്ല ക്വാളിറ്റി കൂടിയ സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇതിൻ്റെ വില കേട്ടിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിനി കറക്കി കളിക്കാം. അപ്പോൾ ഗൈസ് പറഞ്ഞു വന്ന പോലെ നമ്മുടെ ഗസ്റ്റ് വന്നു. ഹായ് ക്ലാര, നമസ്കാരം. ഇതെന്റെ വ്ളോഗ്. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും വേണ്ട, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ഇത് ക്ലാരയുടെ പട്ടിക്കുട്ടിയൊക്കെ ആയിട്ടാണ് കേസ് വന്നത്. പട്ടിയുടെ പേരെന്തായിരുന്നു? കോക്കോ. ഹലോ കോക്കോ, കാണിച്ചേടി കോക്കോ. 3 മാസമേ ആയിട്ടുള്ളൂ. കോക്കോ ആണ് കേസ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാണ്? ഹലോ കോക്കോ, ഇതാണ് വ്ളോഗ്. നൈസ് ടു മീറ്റ് യു. ഹലോ. കാട്ടിക്കാണിക്കണം. ഈ സെറ്റപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് ആദ്യത്തെ ഗസ്റ്റ് ക്ലാരയാണ് ഗേസ്. ഇനി അവിടെ അത് മാറും ഗേസ്. അവിടെ മാറിയിട്ട് അവിടെ ഒരു TV വരും. ഇവിടെ കുറച്ച് ഐറ്റംസ് വരും, ഇവിടെ കുറച്ച് ഐറ്റംസ് വരും. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും വർക്കൗട്ടാക്കി എടുക്കാം. ഉടനെ വരട്ടെ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ഇതാണ് പുതിയൊരു ഫ്രെയിം. കൊള്ളാം. സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് നൈസായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോഴത്തേക്കും ക്ലാര ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും കോക്കോ നോക്കിയേ. എന്താണ് അവിടെ സെറ്റിൽ ഡൗൺ ആയടി? അയ്യോടാ. ആഹാ,
അയ്യോടാ അടുത്തിന് തുടങ്ങാടാ. അവളെ ഇഷ്ടപ്പെട്ടു. അവളല്ലെങ്കിലും കുട്ടികൾക്കും പട്ടിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്ലാര എത്ര ഏജാ? 21 ആയിട്ടേ ഉള്ളൂ അല്ലേ? അതെ, 23. നീ പട്ടിയും കളിപ്പിച്ചിരിക്കാടാ നമ്മള്. ഇവിടെ ഭയങ്കര രസമുണ്ട് അത് കാണാൻ. ഓക്കെ, ഞങ്ങൾ പതുക്കെ തുടങ്ങട്ടെ. ആഫ്റ്റർ എ ലോങ് ടൈം. ഓ, ജർമ്മനിയെ കുറിച്ച് എന്തൊക്കെ ഞാൻ പഠിച്ചു എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. കേരളത്തെ കുറിച്ച് കുറെ ഞാനും പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാര പോഡ്കാസ്റ്റ്? എന്തൊക്കെ സംസാരിച്ചു അല്ലേ? തെറിയെ പറ്റി ഞങ്ങൾ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തി സുഹൃത്തുക്കളെ. ജർമ്മൻ തെറികൾ ഞാൻ പഠിച്ചു. മലയാളത്തിൽ ഒരു കാറ്റലോഗ് തന്നെ ക്ലാരയിലുണ്ട്. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത സുഹൃത്തുക്കളെ ഞാൻ താങ്ക് യു പറയുന്നു. താങ്ക് യു. ജർമ്മൻകാർ കേരളത്തിൽ വന്ന് ഇങ്ങനെയുണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഗുഡ് ഗൈസ്. ഓക്കെ, ഇനി പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? അയ്യോ, ഇതാണ് ഫ്രണ്ട് അല്ലേ? എന്താ ബ്രോ പേരെന്തായിരുന്നു? ഡാരൽ. നീയാണോ ഇവിടെ തെറിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? പഠിപ്പിച്ചു തന്നല്ലേ? ഗുരുവാണ്, ഫ്രണ്ടാണ്. ആ, ഓക്കെ. എന്തായാലും എൻജോയ് ചെയ്തില്ലേ പോഡ്കാസ്റ്റ്? എന്തായാലും ഒരുപാട് സന്തോഷം. അയ്യോടോ, കോക്കോ ആയിട്ട് നിൽക്കുകയാണോ? എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ട്? കുക്കു കുക്കു കുക്കു. അയ്യോടോ. ഓ, അവൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ഓക്കെ, ഞങ്ങള് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഗൈസ്, ക്ലാരയ്ക്ക് പൊറോട്ട തിന്നണമെന്നും പറഞ്ഞിട്ട് നമ്മള് എല്ലാവരുമായിട്ട് നേരെ ഹാസ കിച്ചണിലോട്ട് വന്നു. ഗൈസ്, നമ്മള് പോഡ്കാസ്റ്റിന്റെ അകത്ത് ഞാൻ കളിക്കുന്നില്ല, തെറിയെ പറ്റി വളരെ വിപുലീകരമായിട്ട് ഒരുപാട് സംസാരിച്ചു കേട്ടോ. വേറെ തലങ്ങളിലൊക്കെ പോയി. അപ്പോഴത്തേക്കും ഇപ്പൊ പുറത്തിറങ്ങിയപ്പോഴാണ് ക്ലാരയുടെ ഫ്രണ്ട് പറയണത്, എടാ എന്തുവാടാ, ആരുടെ ലൈവാടാ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ രണ്ടൊരു പബ്ജി കളിക്കോ? ആ, അപ്പം സായിപ്പിന്റെ ലൈവ് കാണും അല്ലേ? അതുകൊണ്ട് കാണും അല്ലേ? അതെനിക്ക് മനസ്സിലായി. ആണല്ലേ? വേറെ ഏത് ഗെയിമറെ കാണും? സായിപ്പ് തന്നെയാണ് മെയിൻ അല്ലേ? അത് കൊള്ളാം കേട്ടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ക്ലാരയ്ക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് നമ്മള് നിധി പൊറോട്ട പറഞ്ഞു. പൊറോട്ടയാണ് കേരളത്തിലെ ഏറ്റവും ഇഷ്ട വിഭവം എന്നാണ് ക്ലാര പറഞ്ഞത്. പൊറോട്ട ഉയിർ, പൊറോട്ട ബീഫ്, പൊറോട്ട ചിക്കൻ, പൊളിക്കും നമ്മള്. ഓക്കെ, അപ്പൊ ഫുഡ് വരട്ടെ. സായിപ്പേടാ, ഇത് കേൾക്കണ ജർമ്മനിയിൽ നിന്ന് വരെ ഓഡിയൻസ് ആണ് നിനക്ക്. എടാ, ഇത് ഭീകര പ്രസന്റേഷൻ കേട്ടാ. ഇത് കുട്ടൻ ബീഫ് അല്ലേ? ഇതാണ് ഗൈസ് ഐറ്റം. കുട്ടൻ തേങ്ങാപ്പാൽ മൊരി പൊറോട്ട. പൊറോട്ട ശരിക്കും മൊരിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഹായ്. ക്ലാരയ്ക്ക് നിധി പൊറോട്ട, വർഷയ്ക്കും നിധി പൊറോട്ട. മച്ചാ ഒന്നും കഴിക്കണില്ല. അതെന്ത് പറ്റി ബ്രോ? നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് കഴിച്ചല്ലേ കൊച്ചു കള്ള. അയ്യോ, ക്ലാര ഇപ്പൊ കൈ കൊണ്ടൊക്കെ കഴിക്കാൻ പഠിച്ച് സെറ്റ് ആയതേ ഉള്ളല്ലേ? ആ, ഞാൻ സദ്യ കഴിക്കാൻ പഠിപ്പിച്ചു തരാം. ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്കും ഒരു ദിവസം. ആ, കുഴപ്പമില്ല, പതുക്കെ സമാധാനമായിട്ട് കഴിച്ചാൽ മതി. അത് മാറ്റുകയാണെങ്കിൽ അതിന്റെ അകത്ത് ബീഫുണ്ട്, ചിക്കനും ഉണ്ട്. അതിന്റെ അടിയിൽ ചിക്കനും ഉണ്ട്, ലെയർ ബൈ ലെയർ. അത് ചിക്കൻ. ഞാൻ ഈ ലെയർ മാത്രം ആണോ? ഓക്കെ. അപ്പൊ ഇത്രയും നാളും നിധി പൊറോട്ടയുടെ അടിവരെ എത്തിയിട്ടില്ല ഗൈസ്. അവിടെ തണുപ്പിച്ച് ഒരു പരുവാക്കട്ടെ. ഞാൻ എന്റെ മൊരി പൊറോട്ട കാണിച്ചു തരട്ടെ. നല്ല മൊരിയിരിപ്പുണ്ട് കേട്ടോ. ഇത് കുട്ടൻ ബീഫിന്റെ വലിയ കഷ്ണം കേട്ടോടാ. എപ്പടി പൊറോട്ട അടിപൊളിയാണല്ലേ? സോഫ്റ്റ് ബീഫാടാ, കിടലൻ ബീഫ്.
അപ്പൊ ഞങ്ങളൊന്ന് പതുക്കെ വരട്ടെന്ന് കഴിക്കട്ടെ, കഴിച്ചു നിന്നിട്ട് വരാം. കഴിച്ചിറങ്ങി ഗൈസ്. കോക്കോ ടാറ്റ. അപ്പൊ ക്ലാര, it was nice having you. Bye bye. ബൈ ബൈ ബ്രോ. എവിടെ പോകണം? ഇങ്ങോട്ട് പാടിയുണ്ടോ? നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്, നല്ലൊരു പോഡ്കാസ്റ്റ്. ഇത് എന്തായാലും ഇത് നിങ്ങൾ കേൾക്കണം ഗൈസ്, കാരണം ഇത് ഭയങ്കര ഭയങ്കര ഒരു പുതിയ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇത് ഭയങ്കര ഫണ്ണായിരുന്നു, രസമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വ്ളോഗും ഇവിടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യാണ്. നമുക്കൊരു നീണ്ട ദിവസമായിരുന്നു ഗൈസ്, രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയല്ലേ നമ്മള്. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. ടാറ്റ ഗൈസ്, ലവ് യു, ബൈ.